നമസ്കാരം. നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ വെറും സാങ്കേതികത്വത്തിൽ തള്ളുകയാണ് കേരള പോലീസ് ചെയ്തിരിക്കുന്നത്. നവീൻ ബാബുവിൻ്റേത് കൊലപാതകമല്ലെന്ന് തെളിയിക്കാനുള്ള വ്യഗ്രത ഈ കുറ്റപത്രത്തിൽ ഉടനീളമുണ്ട്. അതിനിടെ അഴീക്കോട്ടെ പ്രശാന്തൻ ആരെന്ന ചർച്ചയും കുറ്റപത്രം ഉയർത്തുന്നുണ്ട്. കളക്ട്രേറ്റിലെ യാത്രയയപ്പ് യോഗത്തിനു ശേഷം നവീൻ ബാബു ഒരാളെ മാത്രമാണ് കണ്ടതെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. വൈകിട്ട് 7ഓടെ അഴീക്കോട്ടെ പ്രശാന്തനെയാണ് കണ്ണൂർ മുനീശ്വരൻ കോവിലിന് സമീപം കണ്ടത്. അദ്ദേഹത്തെയും പോലീസ് വിളിച്ചു വരുത്തി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്നുവെന്നാണ് കുറ്റപത്രം പറയുന്നത്. അതിനിടെ കുറ്റപത്രത്തിനെതിരെ നവീൻ ബാബുവിന്റെ കുടുംബം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. തങ്ങളുടെ ആവശ്യങ്ങളൊന്നും പരിഗണിച്ചില്ലെന്ന് അറിയിക്കും. പെട്രോൾ പമ്പിന് അനുമതി നൽകിയ പ്രശാന്തനെ പ്രതിയാക്കാത്ത സാഹചര്യവും ചർച്ചയാക്കും. പ്രശാന്തന്റെ ഇടപെടലാണ് പി ദിവ്യയുടെ ഭീഷണിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്നാണ് വ്യക്തമാകുന്നത്. എന്നിട്ടും ഇത് കുറ്റപത്രത്തിലേക്ക് വരുന്നില്ല എന്നത് അത്ഭുതമുളവാക്കുന്നുണ്ട്. മുൻ ADM നവീൻ ബാബു ജീവനൊടുക്കിയ കേസിലെ പ്രതി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി ദിവ്യ മാത്രമാണെന്നാണ് കുറ്റപത്രം പറയുന്നത്. ദിവ്യയുടെ അധിക്ഷേപത്തിൽ മനം നൊന്താണ് നവീൻ ബാബു ജീവൻ ഒടുക്കിയതെന്നും ആസൂത്രിതമായ അധിക്ഷേപമാണ് പ്രതി നടത്തിയതെന്നും പോലീസ് തയ്യാറാക്കിയ കുറ്റപത്രത്തിൽ പറയുന്നു. നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് ചടങ്ങിലേക്ക് സ്വകാര്യ ചാനലിനെ ദിവ്യ വിളിച്ചു വരുത്തുകയായിരുന്നുവെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. ശാസ്ത്രീയ തെളിവുകളടക്കം ഉൾപ്പെടുത്തിയ കുറ്റപത്രം കണ്ണൂർ റേഞ്ച് DIGക്ക് സമർപ്പിച്ചു. DIGയുടെ അനുമതി കിട്ടിയാലുടൻ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കും. നവീൻ ബാബുവിൻ്റേത് ആത്മഹത്യ തന്നെയാണെന്നും കൊലപാതകത്തിലേക്ക് നയിക്കുന്ന ഒന്നും ശാസ്ത്രീയ പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നുമാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട് നവീന്റെ കുടുംബാംഗങ്ങളടക്കം 82 പേരുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. നവീൻ ബാബു തൂങ്ങി മരിക്കാൻ ഉപയോഗിച്ചതെന്ന് കരുതുന്ന പ്ലാസ്റ്റിക് കയറിന്റെയും അടിവസ്ത്രത്തിൽ കാണപ്പെട്ട കറയുടെയും വസ്ത്രങ്ങളുടെയും ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ ആത്മഹത്യയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. മഞ്ഞ നിറത്തിലുള്ള പ്ലാസ്റ്റിക് കയർ ഉത്തരത്തിൽ കെട്ടുമ്പോൾ കൈവിരലിലെ നഖങ്ങൾക്കിടയിലും കയറിന്റെ അംശങ്ങൾ കണ്ടെടുത്തു. അടിവസ്ത്രത്തിൽ കണ്ട കറ തൂങ്ങി നിൽക്കുമ്പോൾ സംഭവിച്ച ഭയത്തിൽ നിന്നോ മറ്റോ ആയിരിക്കുമെന്നാണ് പറയുന്നത്. ഇൻക്വസ്റ്റിലെ ഈ കറ നിരവധി സംശയങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ അതെല്ലാം ഏകപക്ഷീയമായി തള്ളുകയാണ് കുറ്റപത്രം. നെഞ്ചിൽ അതിശക്തിയായി ആരോ ഇടിച്ചതിന്റെ ഫലമാണ് മരണമെന്ന ആക്ഷേപം സജീവമായിരുന്നു. ഇതിനുള്ള സാധ്യതകൾ തള്ളാൻ വേണ്ടിയാണ് ഭയത്തിന്റെ സാധ്യത പോലീസ് ചർച്ചയാക്കുന്നത്. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ TM പ്രജിത്തിന്റെ നേതൃത്വത്തിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. അതിൽ തൂങ്ങി മരണമെന്നാണ് കണ്ടെത്തിയത്. ശരീരത്തിൽ മറ്റ് മുറിവുകളൊന്നുമില്ല. കൊന്ന് കെട്ടിത്തൂക്കിയതാണെന്ന സംശയം ഡോക്ടർമാർ പറഞ്ഞിട്ടുമില്ല. ഇൻക്വസ്റ്റിലും അത്തരം സംശയത്തിന് കാരണമായ തെളിവുകൾ കിട്ടിയിട്ടില്ല. മരിക്കുന്നതിന് തൊട്ടു മുമ്പ് പുലർച്ചെ 4:56 ഭാര്യ മഞ്ജുഷയുടെയും സഹോദരൻ പ്രവീൺ ബാബുവിന്റെയും മൊബൈൽ ഫോൺ നമ്പർ സഹപ്രവർത്തകന് സന്ദേശമായി അയച്ചു കൊടുത്തത് മരണവിവരം അറിയിക്കാനാണെന്ന് തെളിവായി കുറ്റപത്രത്തിലുണ്ട്. എന്നാൽ നവീൻ ബാബുവിന്റെ ഫോണിൽ നിന്നും മറ്റൊരാൾ അയച്ചതാകാനുള്ള സാധ്യതയിലേക്ക് പോലീസ് അന്വേഷണം പോയിട്ടില്ല. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബം ഉന്നയിച്ച ആരോപണങ്ങൾക്കും കുറ്റപത്രത്തിൽ മറുപടി പറയുന്നുണ്ട്. നവീൻ ബാബുവിന്റെ 2 ഫോണുകളിലും ആത്മഹത്യാ കുറിപ്പ് ഉണ്ടായിരുന്നില്ല. പോലീസ് സംഘം മൃതദേഹത്തിലും മുറിയിലും വിശദമായ പരിശോധന നടത്തിയെങ്കിലും ആത്മഹത്യാ കുറിപ്പ് ലഭിച്ചില്ല. അടുത്ത ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ വേണം ഇൻക്വസ്റ്റ് തയ്യാറാക്കേണ്ടത് എന്നത് നിർബന്ധമല്ല. മരണം നടന്ന് 4 മണിക്കൂറിനുള്ളിൽ ഇൻക്വസ്റ്റ് നടത്തണമെന്ന് സർക്കുലർ ഉണ്ടെന്നും വിശദീകരിക്കുന്നു. പത്തനംതിട്ടയിൽ നിന്ന് 12 മണിക്കൂറോളം യാത്രയുള്ളതിനാൽ ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കാൻ സഹോദരൻ കളക്ട്രേറ്റ് ഉദ്യോഗസ്ഥരോട് ഫോണിൽ നിർദ്ദേശിച്ചിരുന്നു. ഒക്ടോബർ 15 രാവിലെ 10:45 11:45 ഇടയിലാണ് ഇൻക്വസ്റ്റ് നടത്തിയത്. 15 രാത്രി 11ഓടെയാണ് നവീൻ ബാബുവിന്റെ ബന്ധുക്കൾ സ്ഥലത്തെത്തിയത്. പത്തനംതിട്ടയിൽ നിന്ന് ബന്ധുക്കൾ വരുന്നതുവരെ മൃതദേഹം സൂക്ഷിക്കാൻ കഴിയുന്ന അവസ്ഥയിലായിരുന്നില്ലെന്ന് പോലീസ് പറയുന്നു. കളക്ട്രേറ്റ് ഉദ്യോഗസ്ഥരോട് ഇൻക്വസ്റ്റ് നടത്താൻ നിർദ്ദേശിച്ചിട്ടില്ലെന്ന് സഹോദരൻ പലവട്ടം പറഞ്ഞതാണ്. ഇത് പോലീസ് മുഖവിലക്കെടുക്കുന്നില്ല. 2024 ഒക്ടോബർ 14-നാണ് ADM നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് ചടങ്ങിന് ക്ഷണിക്കാതെ എത്തിയ അന്നത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും CPM ജില്ലാ കമ്മിറ്റി അംഗവുമായ പി ദിവ്യ അധിക്ഷേപ പ്രസംഗം നടത്തിയത്. തൊട്ടടുത്ത ദിവസം ക്വാർട്ടേഴ്സിലെ ഉത്തരത്തിൽ നവീൻ ബാബു തൂങ്ങി മരിച്ചെന്നാണ് കേസ്. തുടക്കത്തിൽ അസ്വാഭാവിക മരണമായിരുന്നുവെങ്കിൽ വൈകാതെ പി ദിവ്യക്കെതിരെ
ദിവ്യയുടെ ആത്മഹത്യാ പ്രേരണയ്ക്ക് പോലീസ് കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇതോടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പാർട്ടി ചുമതലകളിൽ നിന്നും CPM ദിവ്യയെ ഒഴിവാക്കുകയും ചെയ്തിരുന്നു. നന്ദി.